തുടക്കത്തിൽ തന്നെ വന്ന പ്രധാന കാർഡ് കിങ് ഓഫ് വാൻസ് ആണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണരുന്ന സമയമാണെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ മടിച്ചിരുന്ന തീരുമാനങ്ങൾ എടുക്കാനും പിന്നോട്ടടിച്ച് ഇരുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് നടക്കാനും ഇപ്പോൾ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കരിയർ, ബിസിനസ്, ആത്മീയ വഴികൾ എവിടെയായാലും കൺട്രോൾ ഇനി നിങ്ങളുടെ കൈകളിലായിരിക്കും എന്നും പറയുന്നുണ്ട്. നിങ്ങളൊരു നാച്ചുറൽ ലീഡറായി മാറുന്ന കാലമാണ് വരുന്നത്. അതേസമയം അടുത്ത കാർഡ് കിട്ടിയിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ്ഡ് ആണ്. ജീവിതത്തിലെ ഇംബാലൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാകാം. ചിലർക്ക് ഒരു മെൻ്റൽ പ്രഷർ, ചിലർക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ വരുന്നുണ്ട്. അതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ കാർഡ് പറയുന്നത് എല്ലാം ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. ഈ മാസം പ്രയോറിറ്റീസ് സെറ്റ് ചെയ്താൽ നിങ്ങളുടെ ജീവിതം സ്വയം ബാലൻസായി മാറുമെന്നാണ്. ഇതിനിടയിൽ വളരെ ശക്തമായൊരു ഡിവൈൻ കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഈ കുംഭമാസം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെയധികം ശക്തമാകും എന്ന് പറയുന്നുണ്ട്. പുറം ലോകം പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദമാണ് ശരി എന്ന് പറയുന്നുണ്ട്. സൈലന്റ് ഡിസിഷൻസ്, നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെയുള്ള ക്ലാരിറ്റി, ഇന്നർ ഗൈഡൻസ്, ഇവയെല്ലാം ഈ മാസം നിങ്ങളെ നയിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു പറയാതെ ഉള്ളിൽ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഈ മാസത്തിൽ വലിയ വിജയത്തിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായി കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് ചിലർക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ്സ്, ഇമോഷണൽ ലോൺലിനെസ്, നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്നൊരു ഫീലിംഗ് കൊണ്ടുവരാം. എന്നാൽ ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾക്ക് സഹായം അടുത്ത് തന്നെയുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. ഈ ഘട്ടം ടെമ്പററി ആണ്, ദൈവം നിങ്ങളെ കൈവിടുന്നില്ല എന്നും കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നാലെ വന്ന ഏറ്റവും ശക്തമായ കാർഡ് ജസ്റ്റിസ് കാർഡാണ്. ഈ കുംഭമാസം കർമ്മ ബാലൻസ് ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ സഹിച്ച അന്യായങ്ങൾക്ക്, നിങ്ങൾ പറഞ്ഞ സത്യങ്ങൾക്ക് ഇപ്പോൾ ദൈവിക നീതി പ്രവർത്തിക്കും. ട്രൂത്ത് റിവീലാകും. ഡിസിഷൻസ് ഫേവറായി മാറും. ലീഗൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ ലൈഫ് ഡിസിഷൻസ് എല്ലാം ക്ലാരിറ്റിയോടെ മുന്നോട്ട് പോകും എന്നും കാണിക്കുന്നുണ്ട്. അവസാനമായി കിട്ടിയത് 3 ഓഫ് സോർഡ്സ് ആണ്. ഇത് പഴയ ഹാർട്ട് ബ്രേക്കുകളെ കുറിച്ചാണ് പറയുന്നത്. വേദന, ഒരു ബിട്രയൽ, ഇമോഷണൽ പെയിൻ എല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരാം. എന്നാൽ ഇതൊരു ശിക്ഷയല്ല, ഇതൊരു ഹീലിംഗ് പ്രോസസ്സാണ്. വേദന പുറത്തേക്ക് വന്നാൽ മാത്രമാണ് ആത്മാവ് ശുദ്ധമാവുന്നത്. ഇപ്പോൾ കുംഭമാസം നിങ്ങളെ പഴയ വേദനകളിൽ നിന്ന് മോചിപ്പിക്കുന്ന സമയമാണ്. നിങ്ങൾ ശക്തരായി ഉയർന്നു വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുക. കൺഫ്യൂഷൻ വിട്ട് ക്ലാരിറ്റി ചൂസ് ചെയ്യുക. പഴയ വേദനകളെ ലെറ്റ് ഗോ ചെയ്യുക. നീതി നിങ്ങളുടെ പക്ഷത്തായിരിക്കും. അപ്പോൾ ഈ കുംഭമാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആകും. ദൈവം നിങ്ങളെ നയിക്കുന്നുണ്ട്. നിങ്ങൾ മാത്രം വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. ഈ റീഡിങ് നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങളും നിറയട്ടെ. നന്ദി, നമസ്കാരം.